കൊല്ലത്ത് സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. തേവലക്കര ബോയ്സ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് മരിച്ചത്. സ്കൂളിന്റെ മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കവെയാണ് ഷോക്കേറ്റത്. സ്വമേധയാ കേസ് എടുത്ത് ബാലാവകാശ കമ്മീഷൻ. വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ നാളെ കൊല്ലം ജില്ലയിൽ ABVP KSU വിദ്യാഭ്യാസ ബന്ദ്. അഹമ്മദാബാദ് വിമാന ദുരന്തം സീനിയർ പൈലറ്റിനെ സംശയനിഴലാക്കി അമേരിക്കൻ മാധ്യമ റിപ്പോർട്ട്. കോക്ക്പിറ്റിൽ നിന്നുള്ള സന്ദേശത്തെ അപഗ്രഥിച്ച് വാൾ സ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ ക്യാപ്റ്റൻ സുമിത് സബർവാൾ തന്നെയായിരിക്കും ഇന്ധന സ്വിച്ച് ഓഫ് ആക്കിയതെന്നാണ് ആരോപണം. നിവിൻ പോളിക്കും എയ്ബഡ് ഷൈനുമെതിരെ കേസ്. ആക്ഷൻ ഹീറോ 2 സിനിമയുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് ആരോപണം. പരാതിയുമായി മഹാവീരൻ സിനിമയുടെ സഹനിർമ്മാതാവ് PS ഷംനാസ്. കാനവർ വധക്കേസ് പ്രതി ഷെറിൻ ജയിൽ മോചിതയായി. ഷെറിനടക്കമുള്ള 11 തടവുകാരുടെ ശിക്ഷ ഇളവിനുള്ള സർക്കാർ ശുപാർശ ഗവർണർ അംഗീകരിച്ചതോടെയാണ് ഷെറിൻ ജയിൽ മോചിതയായത്. മഴ ശക്തമാകുന്നു. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. രാജസ്ഥാന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ തുടരുന്നത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം.